എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതുപോലെ എൻ്റെ അച്ഛനെ പറ്റിയ ആ ഒരു അവസ്ഥ വേറെ ആർക്കും വരാൻ പാടില്ല. അടുത്ത വാർത്ത, പത്രാധിപർക്ക് ഒരു കത്ത്, പത്രാധിപർക്ക് ഒരു തിരുത്തൽ കത്ത് എന്നും വേണമെങ്കിൽ പറയാം. പത്രാധിപർ ഹിന്ദു പത്രത്തിൻ്റെ പത്രാധിപരാണ്. മുഖ്യമന്ത്രിയാണ് തിരുത്തൽ കത്ത് അയച്ചിരിക്കുന്നത്. ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ ഹവാല പണവും സ്വർണവും പിടികൂടിയത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള നിലയിൽ അച്ചടിച്ചു വന്നത് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത് തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. വിഷ്ണു കരുണാകരൻ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. അച്ചടിച്ചു വന്ന കാര്യം എന്ത്, തിരുത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? വിഷ്ണു. മനീഷ്, മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വിവരങ്ങൾ വന്നത്. ഈ അഭിമുഖത്തിൽ ഹിന്ദു പത്രത്തിൽ പറയുന്നത്, അതായത് ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന പണം ഈ സ്വർണ്ണക്കടത്ത് മൂലമാണ് ലഭിക്കുന്നത്. അത് മലപ്പുറത്ത് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ നടക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞതായാണ് ഈ പ്രത്യേകിച്ചും ഈ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖത്തിൽ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്ഥലത്തെ കുറിച്ചോ അല്ലെങ്കിൽ പ്രദേശമോ പരാമർശിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് പത്രാധിപർക്ക് അയച്ച കത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അഭിമുഖത്തിലെ വിവരങ്ങൾ തെറ്റായി നൽകിയെന്നാണ് കത്ത് നൽകുന്നത്. അതായത് മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി അയച്ച ഈ കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉപയോഗിച്ചിട്ടില്ല, ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ പറഞ്ഞിട്ടില്ല. ഈ കാര്യം പറയുമ്പോൾ പോലും അത് ഒരിക്കലും സ്ഥലത്തിന്റെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. അത് ഒരു തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ഹിന്ദു പത്രം തിരുത്താൻ തയ്യാറാകണമെന്ന് തന്നെയാണ് ആവശ്യം. അത്തരത്തിൽ തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കത്തയച്ചിരിക്കുന്നത്. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരായി വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയർന്നു വരുന്ന സാഹചര്യമാണ്. ഒരു പ്രദേശത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള അഭിമുഖത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹിന്ദു പത്രത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദമായ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ ഈ തെറ്റ് തിരുത്തണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടി വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മനീഷ്. വിഷ്ണു കരുണാകരൻ, ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നിരിക്കുന്ന കാര്യം, അതിലെ ആ ഒരു ഖണ്ഡിക എന്ന് പറയുന്നത്, അതിനെ ഏകദേശം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അത് ഇങ്ങനെയായിരിക്കും വരിക: മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടെ സംസ്ഥാന പോലീസ് പിടികൂടിയത് 123 കോടി രൂപയുടെ ഹവാല പണവും 150 കിലോഗ്രാം സ്വർണവുമാണ്. ഈ തുക എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിലേക്ക് വരുന്നത് സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ആണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള നിലയ്ക്കാണ് ഇന്നലെ അച്ചടിച്ചു വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, 150 kilogram of gold and hawala money worth 123 crore were seized by the state police in the last 5 years from Malappuram district. This money is entering Kerala for anti-state and anti-national activities എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള നിലയ്ക്കാണ് അച്ചടിച്ചു വന്നിരിക്കുന്നത്. വിശദീകരണ കുറിപ്പിൽ തിരുത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ദ ചീഫ് മിനിസ്റ്റർ നെവർ മെൻഷൻഡ് എനി പർട്ടിക്കുലർ പ്ലേസ് ഓർ റീജിയൻ. മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെയോ മേഖലയെയോ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത മുഖ്യമന്ത്രി മലപ്പുറം ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു, തെറ്റായി ഹിന്ദു നൽകിയെന്നാണ്. അപ്പോൾ മലപ്പുറം ജില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് അതിൽ വരുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ആൻറ്റി സ്റ്റേറ്റ് ഓർ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന വാക്കോ സംസ്ഥാന വിരുദ്ധം എന്ന വാക്കോ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ 2 പദങ്ങൾ ഉപയോഗിക്കാതിരുന്ന മുഖ്യമന്ത്രി അത് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ അച്ചടിച്ചു വന്നിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള അബദ്ധ പ്രചാരണത്തിനും വിവാദങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് തിരുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വിഷ്ണു കരുണാകരൻ, എൻ്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത്, ദ ഹിന്ദു പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ദേശീയ പത്രം പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുക്കുമ്പോൾ അത് അച്ചടി മാധ്യമം എന്നുള്ള നിലയ്ക്കാണെങ്കിൽ പോലും അവർ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അത് ദൃശ്യപരമായി റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ പോലും ശബ്ദം എങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഹിന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് വരാൻ പോകുന്ന മറുപടി കണ്ടറിയേണ്ടതുണ്ട്. ആ രീതിയിൽ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും മനീഷ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു
അഭിമുഖം തീർച്ചയായിട്ടും പത്രം അതായത് അച്ചടി മാധ്യമങ്ങളിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നത് പതിവായ ഒരു കാര്യം തന്നെയാണ്. അതിന് ദൃശ്യമായോ അല്ലെങ്കിൽ ഒരു ഓഡിയോ ആയോ അല്ലെങ്കിൽ അത് എടുത്തിരിക്കണം. ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് തെളിവുകളായി അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ മുഖ്യമന്ത്രി ഒരു പരാമർശം ഉന്നയിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഹിന്ദുവിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വീഴ്ച അവർക്ക് അത് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും റിപ്പോർട്ടർ പോയി എടുത്ത ആ ഒരു വാർത്ത എത്രത്തോളം വസ്തുതാപരമായെന്നുള്ളത് ഇതിൽ നിന്ന് പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കും. അല്ലാത്ത പക്ഷം ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഹിന്ദു പത്രത്തിന് അത് പുറത്തുവിടാൻ സാധിക്കും. അതായത് മുഖ്യമന്ത്രി പറഞ്ഞുവെന്ന് സ്ഥാപിക്കാനായി അവരുടെ പക്കൽ തെളിവുകളുണ്ട്. അത്തരത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഏതായാലും അഥവാ ഒരു തെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഈ കത്തിൽ കൂടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ആ തെറ്റ് തിരുത്താനുള്ള ഒരു സന്നദ്ധത അറിയിക്കേണ്ട ഒരു സാഹചര്യം ഹിന്ദുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതായത് മാധ്യമം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് കൃത്യമായി അത് പാലിക്കേണ്ട ഒരു ചുമതല മാധ്യമത്തിനുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് വലിയ വിമർശനങ്ങൾ ഉയർന്നൊരു സാഹചര്യമായി ഈ വാർത്ത മാറി എന്നുള്ളതാണ്. ഒരു ചെറിയ പരാമർശം അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗത്ത് മാത്രം ഉൾക്കൊള്ളുന്ന ഈ വിഷയം രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രിയെയും അതോടൊപ്പം CPM-നെ വലിയ രീതിയിൽ അത് ഒരു പ്രഹരമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ സർക്കാരിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അത് വോട്ട് വിഹിതങ്ങൾ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നിലനിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് മറ്റൊരു വിവാദം കൂടി ഈ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്ന പരാമർശം വരുന്ന ഒരു വിവാദം ഉയർന്നു വരുന്നത്. ഇത് വലിയ രീതിയിൽ ഇത് LDF-നെയും അതോടൊപ്പം മുഖ്യമന്ത്രിയെയും ബാധിക്കുന്നുണ്ട്. അത് വലിയ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് കൃത്യമായി തെളിയിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. മുഖ്യമന്ത്രി അത് കൃത്യമായി അറിയിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന ഈ കത്തിൽ ഈ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ആ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതായത് 150 kilogram of gold and hawala money worth 123 crore were seized by the state police in the last 5 years from Malappuram district. അങ്ങനെ തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയെ വ്യക്തമായി എടുത്തു പറയുന്ന രീതിയിൽ തന്നെയാണ് പത്രത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ മുഖ്യമന്ത്രി അത്തരത്തിൽ പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ശരിയാണ് വിഷ്ണു, കൃത്യമാണ്. അതായത് 150 കിലോഗ്രാം സ്വർണം, 150 കിലോഗ്രാം സ്വർണത്തിനെ ഇനം തിരിച്ചാൽ എത്ര പവനായിട്ട് മാറും എന്നതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ എന്താണെന്ന് നോക്കാം. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്